പ്രസന്നവതം. വലിയ പറമ്പിൽ സത്യശീലൻ മകൻ മന്മഥൻ പൂരവിട്ടാതി നക്ഷത്രം. വടക്കേത്തറ അർജുനൻ മകൾ നിശാഗന്ധി കാർത്തിക നക്ഷത്രം. ഞാൻ പറഞ്ഞില്ലേ, പൂജയൊക്കെ കൈകൊണ്ടിരിക്കണം. അതെയല്ലേ, ആത്മാക്കളൊക്കെ തൃപ്തരായിരിക്കണം. ഈ മംഗല്യത്തിന്റെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിരിക്കണം. ഓ സാധാരണ എല്ലാം ശുഭാണേ. അതാണ് ഇപ്പൊ കല്യാണം ഒരു ഇത്തിരി വൈകിയേ ഉള്ളൂ. അതെ അതെ, വിഷമിക്കാനൊന്നുമില്ല. ഒരു കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. ഓ പറഞ്ഞു. പൂജയെല്ലാം കഴിച്ചതായ സ്ഥിതിക്ക് എന്റെ ഓള് തിരിച്ചു വരുവാ. ഒളിച്ചോടി പോയ തന്റെ ഭാര്യ തിരിച്ചു വരുമെന്നാണോ ചോദിക്കണേ? അതെ അതെ, അത് വരില്ല. കാരണം ആ കുട്ടിക്ക് നരക ജീവിതം പറഞ്ഞിട്ടില്ല, സുഖജീവിതം പറഞ്ഞിരിക്കണത്. അതുകൊണ്ടാണ് ആ കുട്ടി അയാളുടെ കൂടെ പോയത്. ഇനി വേറെ ഏതെങ്കിലും കുട്ടീനെ നോക്കൂ, ചിലപ്പോ നടക്കും. പിന്നെ ഇനിയിപ്പോ ഞാനും ആ നിശാഗന്ധിയായിട്ടുള്ള അതിന്റെ ഇതൊന്നും നോക്കിയാൽ. അല്ല, അതാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കിയത്. അതാ പറഞ്ഞു വരുന്നത്. മന്മഥന്റെ കല്യാണം നടക്കും. പക്ഷെ ഈ നിശാഗന്ധി ആയിട്ടുള്ള കല്യാണം നടക്കില്ല. അത് ചേരില്ല ജാതകം. അതെന്താ? അതായത് പ്രശ്നവശാൽ 10 പൊരുത്തത്തില് 2 പൊരുത്തം എടുക്കും. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൂടെ? ഒന്നുകൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും വേറെ വല്ല പരിഹാരങ്ങൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശനീശ്വരൻ കോവിലിലെ ഒരു 7 ദിവസം മുടങ്ങാതെ പോയിട്ട് രാവിലെ അർച്ചന നടത്താന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ദേവീ ക്ഷേത്രത്തിലെ മുട്ട ഇറക്കാന്നും കൂടി പ്രാർത്ഥിക്കും. മനസ്സിലെല്ലാവരും അത് പ്രാർത്ഥിച്ചിരിക്കും. നമുക്ക് ഒന്നുകൂടി വെച്ചോക്കാം. എന്താ, പ്രാർത്ഥിച്ചോളൂ. അത് പ്രാർത്ഥിച്ചോ, നന്നായി മനസ്സിരുത്തി പ്രാർത്ഥിക്കും. ശനിദോഷങ്ങളെല്ലാം ശരിയല്ലല്ലോ. ഇപ്പൊ എങ്ങനെ? ഈ വിവാഹം വേണ്ട. അതെയോ? കാരണം 6 മാസം കൂടുതൽ വായില്ല എന്നാ കാണുന്നതേ. മരണം വരെ സംഭവിക്കാം. വധുവിനോ വരണോ ആർക്കെങ്കിലും ഒരാൾക്ക്. പരീക്ഷണത്തിന് നിൽക്കണോ? പൂജയും വിധിയൊക്കെ നടത്തിയെങ്കിലും ഏതോ ഒരു ആത്മാവ് പിടിതരാണ്ടങ്ങനെ അലഞ്ഞു നടക്കണ്ടോ എന്നൊരു സംശയം. നമ്മളെ പൂജ ചെയ്തപ്പോ എല്ലാ ആത്മാക്കളും എല്ലാം അടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതെ, അടങ്ങിയല്ലോ. പക്ഷെ ഞാൻ പറയണത്, ചിലർക്ക് ചിലരൊന്നൊരു വിധിയുണ്ടേ. മന്മഥന് ഈ കുട്ടിയെ വിധിച്ചിട്ടില്ല. 2 വർഷത്തിന്റെ ഉള്ളിൽ കല്യാണം നടക്കും. ആലോചിച്ചോളൂ, നല്ല വല്ല ആലോചനകളും വരും. അതുകൊണ്ടായിരിക്കാം. അപ്പോ പ്രശ്നവശാൽ ഞാൻ പറയണത്, ഈ ജാതകം തമ്മിൽ ചേരില്ല. ഈ കല്യാണം നടത്താതിരിക്കണം ആ മണ്ഡപം. വിളിച്ചിട്ട് വാതായിരിക്കുമായിട്ട് ജാതകം ചേരാണ്ട് കല്യാണം വേണ്ടെന്നാ നിശാഗന്ധി പറയണേ. ഒരു പൂവ് പറഞ്ഞതിന്റെ പേരില നീ ഇപ്പൊ ഈ കല്യാണം കഴിക്കാണ്ട് നടക്കണേ? പൂവല്ല, പെൺകുട്ടിയില്ലേ, ആ കുട്ടി, അതിന്റെ പേര് നിശാഗന്ധി എന്നാണ്. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കി പൂജ നടത്തിയിട്ട് മാറിയില്ലേ? ദോഷമൊന്നും മാറിയില്ലേ? ഒരാത്മാവ് കൂടി ഇങ്ങനെ അലയുന്നുണ്ട്. അതും കൂടെ പിടിച്ചു കെട്ടിയാലേ കുറച്ച് കാശും കൂടി ബാലൻസ് ഉണ്ടാവും വീട്ടിൽ നിന്ന് മനസ്സിലായിണ്ടാവും. എന്നാ ഇനിയിപ്പോ ആ ആത്മാവിനെ പിടിക്കാൻ ബാക്കിയും കൂടി മേടിച്ചോണ്ട് പോവാലോ. മന്മഥന് ധൈര്യം ഉണ്ടാ? ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതേ ഞാനും ശീതളേട്ടനോട് കൂടാ നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താന്ന്. വേണ്ടടാ വ്യാരി, ദൈവഭോഗം വരുത്തി വെച്ചിട്ട് എനിക്കൊരു കല്യാണം വേണ്ട, ഒരു ജീവിതം വേണ്ട. ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കാനാണ് എൻ്റെ ഗതി. എന്ത് ദൈവകോപം? ആ പെൺകുട്ടിക്കാണെങ്കിൽ ചൊവ്വാദോഷമുണ്ട്. അതേ, ഈ പ്രപഞ്ചത്തില് ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞ് ഗ്രഹമാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിൻ്റെ എവിടെയോ ഒരു മൂലയിൽ കിടക്കുന്ന നിങ്ങൾക്ക് 2 ചൊവ്വാദോഷം ഉണ്ടാക്കാൻ ചൊവ്വയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതും തെരഞ്ഞുകൊണ്ട് നടക്കുക. പിന്നെ മന്മഥന്റെ കല്യാണം മുടക്കലാണല്ലോ ചൊവ്വക്ക് പണി. എന്തെന്നാ പറയണ? എവിടെ ഇവനൊക്കെ ചിന്തിക്കടാ? വീട്ടിലെല്ലാവർക്കും ഒക്കെ ദോഷം പറഞ്ഞ സാഹചര്യമാണെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞാൻ അതിനായിട്ട് ഇറങ്ങണത്? വേണ്ട. എന്തെന്നാ ഇവനോടൊക്കെ പറയാം. നീ ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല.
ദോശയും ഇഡ്ഡലിയും. ക്ലാസ്സിലേക്ക് ഇറങ്ങട്ടാ. പറയുന്നു കേട്ടൂടെ കല്യാണം കഴിച്ചോറോ? നീ കല്യാണം കഴിച്ചപ്പം ജാതക പ്രശ്നം ഉണ്ടായിരുന്നോടാ? ഒരു പരിപാടിയില്ലേ? നമുക്ക് എല്ലാ സമയം 3 നേരം ഭക്ഷണം കഴിക്കാം. ബാക്കി എല്ലാ സമയം നമുക്ക് ചിന്തകൾക്ക് സമയം കൊടുക്കണം, പ്രവൃത്തിക്ക് സമയം കൊടുക്കണം. എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചു? 2 ദിവസമായല്ലോ അത് കൂടെ വീട്ടിലേക്ക്. എൻ്റെ ജീവിതം പോയടാ ഉള്ളി. ഏടെ പോയി നിങ്ങൾ പോന്നാ മനോട്ടോ ഒന്നും ടെൻഷൻ കണ്ട, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സുഗതൻ ജോത്സർ അങ്ങോട്ട് പോട്ടെ, മാറ്റി വെക്ക്. ഗംഭീരമായ ഒരു ജോത്സർ ഉണ്ട്, രാഘവൻ ജോത്സർ. ആ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം മൂപ്പറ കണ്ണും എല്ലാം നടക്കും. മംഗളകരമായി നടന്ന കാര്യേ ഇല്ല മൂപ്പറത്. എന്നാ പിന്നെ നമുക്ക് രാഘവൻ ജോത്സ്യനെ കാണാൻ പോയാൽ കാണാം മനോട്ടാ, ഞാനുണ്ട് കൂടെ. അതെ, അതിൽ ടെൻഷൻ അടിക്കണ്ട. അതെ, ഞാനത് നോക്കിയിട്ട് അതെ അതിന് കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ അതെ, ശരി, ആയിക്കോട്ടെ ഓക്കെ. അല്ല ജോത്സ്യരെ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ല. എന്തെന്ന് ഞാൻ പറയണ്ട്, ചില രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നത് പോലെ ഈ ദൈവത്തിന് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന ദൈവത്തിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, ഈ എൻ്റെ വീട്ടിലെ പിതൃക്കളുടെ ഒരു ശല്യം കിടപ്പുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കണത്. ജീവിക്കുന്ന മനുഷ്യൻ ദ്രോഹിക്കലുണ്ട്, മരിച്ചുപോയ ചാരായില്ലേ പിന്നെ അയാൾ ദ്രോഹിക്കണ്ട്. വെറുതെ നമ്മുടെ മനസ്സിലെ വിശ്വാസം അതൊക്കെ അന്ധവിശ്വാസം. ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ കല്യാണത്തിന്റെ തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല എൻ്റെത് പാപജാതകവും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചൊവ്വാദോഷവും ഉണ്ട്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ? ഈ എല്ലാറ്റിലും മേലെ വേണ്ടത് മനപ്പൊരുത്താണ്. അതുണ്ടായാൽ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് ജ്യോത്സ്യർ പറയണത്. അല്ല, ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ട ഞാൻ പറയില്ല, അത് ശാസ്ത്രമാണ്, കണക്കുമാണ്. പക്ഷേ ഇതിലെല്ലാം മേലെ നമ്മുടെ മനപ്പൊരുത്തമാണ്. അതുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല, സുഖകരമായ ദാമ്പത്യ ജീവിതം നടക്കും. ഞാനും ആ കുട്ടിയായിട്ട് നല്ല മനപ്പൊരുത്തമാണ്. അതല്ലേ വേണ്ടത്, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ അല്ലേ? കല്യാണം കഴിക്കാം, തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം. വളരെ വളരെ സുഖകരമായ ജീവിതമായിരിക്കും. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ മനസ്സിനൊരു ധൈര്യമായി. മനസ്സിന് ധൈര്യം വേണം. പിന്നെന്താ രാഘവൻ ജോസറെ, ഒരു കാര്യം ചോദിക്കാനുണ്ടാകും. എന്തേ? അതെ രാഘവൻ ജോസറെ, ഒരുപാട് ഭൂതഗണങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഒരു സ്വന്തം ഭൂതഗണം ഒരു റേഷൻ കടക്കാരനെ പോലെ പോയി. ആ ഭൂതം എന്നങ്ങ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് വേറൊരു ദിവസം നോക്കണം. ആയിക്കോട്ടെ, എന്നിട്ട് കൃത്യമായി നോക്കാം നമുക്ക്. നോക്കണത് ആയിക്കോട്ടെ, നോക്കണം. 10 രട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, നോക്കണം. ഒരു വേറൊരു ദിവസം വരും. സന്തോഷമായി, മനസ്സിൽ എനിക്ക് സന്തോഷം. പണത്തിന് വേണ്ടി അവരിത് ചെയ്തെങ്കിൽ ഒന്നും പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ കൊടുക്കരുത്. എടാ, ആ കുടുംബം സീരിയലിലെ ബിന്ദുവിന്റെ കല്യാണം മുടങ്ങി. ചൊവ്വാദോഷം അറിയില്ല. എന്റെ ജീവൻ ചൊവ്വാദോഷം എന്നൊക്കെ പറയണ വെറുതെ ആണെന്നാണ്. അച്ഛൻ്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കുക, ഒരു കാര്യം പറയാണ്ട്. സൗണ്ട് ഒന്ന് കുറയ്ക്കുക, ഒരിക്കലും കാര്യം പറയാണ്ട് അച്ഛൻ്റെ അടുത്ത്. എന്താണ്? അല്ല, ഈ ചൊവ്വാദോഷം ഈ ദോഷം എന്നൊക്കെ പറയണത് വെറുതെ ആണെന്ന് ജോത്സ്യർ പറഞ്ഞു. അല്ല, നീ ഇപ്പൊ ഇനി വേറെ ഏത് ജോത്സ്യന്റെ അടുത്തേക്ക് പോയി? ഞാൻ നമ്മുടെ രാഘവൻ ജോത്സ്യനെ പോയി ഒന്ന് കണ്ടച്ച. എന്തിന്? അല്ല, സുഗതൻ ജോത്സ്യം പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്, പിന്നെ എൻ്റെ കല്യാണം നടക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ആത്മാവ് എന്ത് കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി. അപ്പോൾ രാഘവൻ ജോത്സ്യം പറഞ്ഞു ആ ആത്മാവ് നമുക്ക് ദോഷമുള്ളതല്ല. നിന്നോടിപ്പോ ഞാൻ മറ്റേ ജോത്സ്യന്റെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു ഇല്ലല്ലോ. അല്ല, സുഗതൻ ജോത്സ്യനേക്കാൾ വലിയൊരു ജോത്സ്യൻ ഇല്ല, അത് മനസ്സിലായിക്കോ. അതിന് TV-യിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളാ, അറിയാനക്ക്. സുഗതൻ ജോത്സ്യം അങ്ങനെ വലിയ ആളാണെങ്കിൽ വെച്ചാൽ നമ്മുടെ ഇവിടെ ആത്മാക്കൾ അലയണമെന്ന് പറഞ്ഞാൽ അതിന് പൂജ നടത്തിയല്ലോ. എന്നിട്ട് പിന്നെ ഒരാത്മാവ് അലയണമെന്ന് വീണ്ടും പറഞ്ഞില്ലേ?
അന്ന് അങ്ങനെ അലയണത്? പൂജ ചെയ്തപ്പെങ്കിൽ എല്ലാ ആത്മാക്കളെയും പിടിച്ചു കെട്ടണ്ടേ? അതിലിപ്പോ നമ്മൾ ആ പൂജ കൊടുക്കുന്ന സമയത്ത് ആ ആത്മാവ് ഇവിടെ പൂജ കൊടുക്കണ കഥ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെവിടെയെങ്കിലും ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കും. പൂജ കഴിഞ്ഞപ്പോഴേക്കാവും വന്നിട്ടുണ്ടാവുക. ഈ രാഘവൻ ജ്യോത്സ്യം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് മനസ്സുകളുടെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം, അല്ലാതെ മറ്റ് തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാ. എടാ നീ ഇതുവരെ ആ ശംഖുപുഷ്പത്തിനെ മറന്നിട്ടില്ലേ? നിശാഗന്ധിയാ. ആ നിശാഗന്ധി അതിന് മറന്നിട്ടില്ലേ? അത് നടക്കില്ല എന്ന് സുഗതൻ ജ്യോത്സ്യം പറഞ്ഞില്ലേ? അല്ലേ? എനിക്ക് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല അച്ഛാ. നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ ചാവാൻ തീരുമാനിച്ചിരിക്ക? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് രാഘവൻ ജ്യോത്സ്യം പറഞ്ഞല്ലോ. എന്തുണ്ടാവില്ല അത്? എടാ സുഗതൻ ജ്യോത്സ്യം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് 6 മാസത്തിന്റെ ഉള്ളിൽ 2-ൽ ഒരാൾ മരിക്കുന്ന, പിന്നെ മാത്രല്ല കുടുംബത്തിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരും മരിക്കുന്ന. ഇന്നെ കൊലക്ക് കൊടുത്തിട്ട് കല്യാണം കഴിക്കണം എനിക്ക്? 39 അച്ഛാ. 39 അപ്പൊ അടുത്ത് 40 ആ 40 ആവും. 2 കൊല്ലത്തിനുള്ളിൽ കല്യാണം നടക്കുന്ന സുഗതം പറഞ്ഞില്ലേ? ഈ 2 കൊല്ലത്തിനുള്ളിൽ ആ ആത്മാവിനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം പിന്നെ നീളൂല അച്ഛാ. മന്മത, കുടുംബത്തിൽ വയസ്സായ ആൾക്കാർ കാരണവന്മാര് പറയണത് കേട്ട് നടന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ല ജീവിതം കിട്ടും. മൂത്തവർ ചൊല്ലും 3 നെല്ലിക്കയെന്ന് കേട്ടിട്ടില്ലേ? ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇല്ലെങ്കിൽ ആ കുരുത്തം കെട്ടവന്റെ മാരിയാവും. അവന്റെ മാരിയാവണോ നിനക്ക്? കല്യാണം കഴിക്കാതെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനല്ലേ ചേരപ്പാടി. ബിന്ദു പിന്നെ വിശ്വസിക്കളെ മറിമായം